റഷ്യ, ചൈന, ഉത്തര കൊറിയ, ഇറാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയ്ക്ക് ആണവ ഭീഷണിയുണ്ടെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ട്. ഇറാനൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളാണിവ. അതുകൊണ്ട് തന്നെ കർശനമായ നിരീക്ഷണത്തിലാണ് അമേരിക്ക. US രഹസ്യാന്വേഷണ വിഭാഗം മേധാവി തുളസി ഗബ്ബാർഡാണ് ഇക്കാര്യം അറിയിച്ചത്. 2026 ആനുവൽ ത്രെഡ് അസസ്മെന്റ് റിപ്പോർട്ട് അവതരിപ്പിക്കുകയായിരുന്നു തുളസി ഗബ്ബാർഡ്. US-നെ ആക്രമിക്കാൻ കഴിവുള്ള മിസൈലുകളുടെ എണ്ണം 2025 3000 ആയിരുന്നു. 2035 16,000 ആയി കുതിച്ചുയരുമെന്നാണ് അവർ പറഞ്ഞത്. റഷ്യ, ചൈന, ഉത്തര കൊറിയ, ഇറാൻ, പാകിസ്ഥാൻ എന്നിവ ആണവ പരമ്പരാഗത പേലോഡുകളോടെ ആണവ വസ്തുക്കൾ ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിവുള്ള നൂതനവും പരമ്പരാഗതവുമായ മിസൈൽ സംവിധാനങ്ങൾ ഗവേഷണം ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ രാജ്യങ്ങൾ US-നെയാണ് ലക്ഷ്യമിടുന്നതെന്നും തുളസി ഗബ്ബാർഡ് പറഞ്ഞു. ചൈനയും റഷ്യയും US മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിവുള്ള അതിനൂതന സംവിധാനങ്ങൾ വികസിപ്പിക്കുകയാണെന്ന് അവർ കൂട്ടിച്ചേർത്തു. ഉത്തര കൊറിയയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഇതിനകം US മണ്ണിൽ എത്താൻ കഴിയും. അവർ അവരുടെ ആണവ ശേഖരം വർദ്ധിപ്പിക്കാനുള്ള ലക്ഷ്യത്തിൽ അതീവ ശ്രദ്ധാലുക്കളാണെന്നും അവർ പറഞ്ഞു. ഉത്തര കൊറിയ റഷ്യയുമായും ചൈനയുമായും ബന്ധം വികസിപ്പിക്കുകയാണെന്നും അത് ആഗോള സുരക്ഷയ്ക്ക് ഗൗരവമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അവർ സൂചിപ്പിച്ചു. പാകിസ്ഥാന്റെ ബാലിസ്റ്റിക് മിസൈൽ വികസനം US-നെ ആക്രമിക്കാൻ കഴിവുള്ള ICBM-കൾ കൂടി ഉൾക്കൊള്ളുന്നതാണെന്നും തുളസി ഗബ്ബാർഡ് മുന്നറിയിപ്പ് നൽകി. പാക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ US-ന് വലിയ ഭീഷണിയാണെന്നും അവർ പറഞ്ഞു. ഇറാൻ വിഷയത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദത്തിന് വിരുദ്ധമായ അഭിപ്രായമാണ് ഗബ്ബാർഡ് പങ്കുവച്ചത്. 2025 ജൂണിൽ US ഇസ്രയേലി ആക്രമണത്തിന് ശേഷം ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണികൾ പുനർനിർമ്മിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് അടുത്തെത്തിയെന്നാണ് ട്രംപ് വാദിച്ചിരുന്നത്. അതേസമയം ആഴ്ചകളായി തുടരുന്ന അമേരിക്ക ഇറാൻ ആക്രമണത്തിൽ ആണവായുധം ഉപയോഗിക്കുമോ എന്ന ആശങ്ക പങ്കുവച്ച് ലോകാരോഗ്യ സംഘടന രംഗത്തെത്തിയിരുന്നു. ലോകാരോഗ്യ സംഘടനയുടെ ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ റീജിയണൽ ഡയറക്ടർ ഹനാൻ ബാൽഗെ അന്താരാഷ്ട്ര മാധ്യമമായ പൊളിറ്റിക്കോടാണ് സംസാരിക്കവെയാണ് ഇക്കാര്യം പറഞ്ഞത്. ഏറ്റവും മോശമായ സാഹചര്യം ഒരു ആണവ അപകടമാണ്. അതാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതെന്നും അവർ പറഞ്ഞു. നമ്മൾ എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തിയാലും വരാനിരിക്കുന്ന ദുരന്തത്തെ തടഞ്ഞു നിർത്താനാവില്ല. അതിന്റെ അനന്തരഫലങ്ങൾ നൂറ്റാണ്ടുകളോളം നിലനിൽക്കും. മുൻ ആണവ ദുരന്തങ്ങളെ കുറിച്ച് വായിച്ചറിഞ്ഞവർക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാകും. 1945 ഹിരോഷിമ നാഗസാക്കി അണുബോംബ് ആക്രമണത്തെക്കുറിച്ചും 1986 ചെർണോബിൽ ദുരന്തത്തെക്കുറിച്ചും പരാമർശിച്ച് അവർ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശേഖരമുള്ള രാജ്യമാണ് അമേരിക്ക. ഇസ്രായേൽ ഇക്കാര്യം പരസ്യമായി സമ്മതിച്ചിട്ടില്ലെങ്കിലും പശ്ചിമേഷ്യയിൽ ഏക ആണവശക്തി അവരാണ്. എന്നാൽ ഇറാന് ബോംബ് നിർമ്മാണത്തിന് ആവശ്യമായ അളവിൽ അവർ യുറേനിയം സമ്പുഷ്ടീകരിച്ചിട്ടില്ലെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയായ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി വ്യക്തമാക്കുന്നു. ജൂണിൽ ഇറാനിലെ ഏറ്റവും വലിയ ആണവ കേന്ദ്രമായ നദാൻസ്, ഇസ്ഫഹാൻ, ഫോർദോ എന്നിവിടങ്ങളിൽ അമേരിക്ക ബോംബാക്രമണം നടത്തി. ഈ പ്ലാന്റുകൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടുവെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആക്രമണത്തെ തുടർന്നുണ്ടായ മരണങ്ങളെക്കുറിച്ചോ ആഘാതത്തെക്കുറിച്ചോ ഉള്ള വിവരങ്ങൾ ഇറാൻ സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇറാൻ അമേരിക്ക സംഘർഷം 20ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഇതുവരെയും ആക്രമണം മയപ്പെടുത്താനുള്ള സാധ്യതകളൊന്നും ഇതുവരെയില്ല. കഴിഞ്ഞ ദിവസം ഇറാൻ ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീഫ് കൊല്ലപ്പെട്ടിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.